ഇറാൻ യുദ്ധം 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ അവസാനിപ്പിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറില്ലെങ്കിലും US പിന്മാറുമെന്ന് സൂചന. അടുത്ത ദിവസങ്ങൾ നിർണായകമാകുമെന്ന് പെന്റഗൺ മേധാവി പറയുന്നു. സംഭാഷണങ്ങൾ ശക്തമാകുന്നുവെന്നും വിവരമുണ്ട്. ഇത് ലോക ബിസിനസ് രംഗത്ത് ആശ്വാസം നൽകുന്നു. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. യുദ്ധത്തിന്റെ പ്രത്യാഘാതം, ഓയിൽ വിലയും സ്റ്റോക്ക് മാർക്കറ്റും. ഇറാൻ യുദ്ധം കാരണം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $100 മുകളിലെത്തിയിരുന്നു. എന്നാൽ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ വില കുറഞ്ഞു. ഏഷ്യൻ, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉയർന്നു. ഇന്ത്യയിൽ സെൻസെക്സ് ഏകദേശം 1800 പോയിന്റ് ഉയർന്ന് 2,33,505 പോയിന്റിലെത്തി. നിഫ്റ്റി 2,02,800 18 പോയിന്റിന് മുകളിൽ. യുദ്ധം കുറഞ്ഞാൽ എണ്ണവില താഴുമെന്ന പ്രതീക്ഷയാണ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ പ്രതീക്ഷ. 26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7% മുകളിൽ പ്രതീക്ഷിക്കുന്നു. ഗ്ലോബൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടെങ്കിലും ആഭ്യന്തര ഡിമാൻഡ് ശക്തമാണ്. എന്നാൽ പശ്ചിമേഷ്യ യുദ്ധം 1% വളർച്ച കുറയ്ക്കാമെന്ന് ചില വിദഗ്ധർ. GST പിരിവ് മാർച്ചിൽ 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ. സ്വർണ്ണവിലയും മറ്റു വാർത്തകളും. സ്വർണ്ണവില ഉയർന്ന നിലയിൽ തുടരുന്നു. യുദ്ധ അനിശ്ചിതത്വം കാരണം സുരക്ഷിത നിക്ഷേപമായി സ്വർണം ആകർഷകമായി. ഇന്ത്യയിൽ വാണിജ്യ LPG വിലയിലും മാറ്റം. വിമാന ടിക്കറ്റ് നിരക്കുകളും ഉയരാൻ സാധ്യത. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗത തടസ്സങ്ങൾ ലോകമെമ്പാടുമുള്ള ദൈനംദിന ജീവിതത്തെ ബാധിച്ചു. ലോക സമ്പദ്വ്യവസ്ഥ. ഗ്ലോബൽ വളർച്ച 3% പ്രതീക്ഷ. AI നിക്ഷേപം സഹായിക്കുന്നു. യുദ്ധം അവസാനിച്ചാൽ വിപണികൾ കൂടുതൽ ഉയരുമെന്ന് പ്രതീക്ഷ. ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.